ഈ ഒരു വീഡിയോയിൽ കോഴിക്കോട് ബീച്ചിനെ തന്നെ ഞെട്ടിച്ച ഒരു ഗുസ്തി മത്സരമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഗൈസ്, കേരളാസ് ഫസ്റ്റ് ഓപ്പൺ റെസ്ലിംഗ് ചാലഞ്ച്. ഗൈസ്, നമ്മൾ എന്നുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ചെയ്യാൻ പോകുന്നത് റെസ്ലിംഗ് ആണ്, മലയാളത്തിൽ പറഞ്ഞാൽ ഗുസ്തി. നമ്മുടെ ചാലഞ്ചിലെ ഓരോ റൗണ്ടും 1 മിനിറ്റ് വീതമായിരിക്കും. എന്നെ പൊട്ടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, എന്നെയും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5000 റുപ്പീസും ഒരു പ്രോട്ടീൻ പൗഡറാണ്. മലപ്പുറത്ത് നിന്നുമുള്ള ഷാമിൽ ബ്രോ ആണ് നമ്മുടെ ചാലഞ്ചിന്റെ മെയിൻ ഹൈലൈറ്റ്. ആളൊരു നാഷണൽ റെസ്ലറാണ് ആൻഡ് ദ മെയിൻ പാർട്ട് ആള് സെൽഫ് ലേൺഡ് ആണ്. ഒരു കോച്ചിന്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്തിട്ടല്ല ആള് കോമ്പറ്റീഷൻസ് ജയിച്ചത്. ആദ്യം അത് കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിയതാണ്. ബീച്ചിൽ പോയിട്ട് സ്ട്രേഞ്ചേഴ്സിനെ പിടിക്കുമ്പോൾ ഞാൻ തോറ്റ് നാണം കെടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മൂസും പെട്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആവേശം കാണിച്ച് 4-5 പ്രാവശ്യം തലംകുത്തി വീണപ്പോൾ എൻ്റെ കഴുത്തൊന്ന് ചെറുതായിട്ട് ഉളുക്കിയ പോലെ ഒരു തോന്നൽ. സോ നമുക്ക് റൂൾസ് എന്താണെന്ന് നോക്കാം. നമ്മൾ സർക്കിള് വരച്ചിട്ടുണ്ടാവും. അതിൽ 1 മിനിറ്റ് ഗുസ്തി പിടിക്കണം. ഈ ഗുസ്തി പിടിക്കുമ്പോൾ എൻ്റെ 2 ഷോൾഡറിനെ ഫാൾ ഡൗൺ ചെയ്യണം. അതാണ് ഒരു 5 സെക്കൻഡ് ഫാൾ ഡൗൺ ചെയ്യണം. നിലത്ത് തട്ടി നിർത്തിക്കണം അല്ലേ? 5 സെക്കൻഡ് 5 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ പിൻ ഡൗൺ ആയി. യെസ്, അങ്ങനെ ആകുമ്പോൾ വിന്നറായി. ഇത്രയും നാട്ടുകാർ ഈ ബീച്ചിലുണ്ടെങ്കിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കിട്ടിയിട്ടില്ലെങ്കിലും പരിപാടി കളറാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിപൊളി ആൾക്കാരെ മലപ്പുറത്തുനിന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് ഇറക്കിയത്. ബ്രോന്റെ പേര് ജലാൽ. നമ്മളെ ഫസ്റ്റ് റെസ്ലർ ആണ് ബ്രോ. എന്റെ ഡബിൾ സൈസ് ഉണ്ട്. ബ്രോ ആദ്യം പിടിക്കേണ്ടത് തന്നെയാണ്. എന്നെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാഷണൽ പ്ലെയർ ഷാമിൽ ബ്രോനെ പൊട്ടിക്കണം. ഗൈസ്, 2 മണിക്കൂറിൽ 4 മൂസ് പഠിച്ചിട്ട് പ്രൊഫഷണൽ റെസ്ലേഴ്സിനെ പൊട്ടിക്കാനുള്ള കഴിവ് എനിക്കില്ല. സോ പഠിപ്പിച്ചു തന്ന 2 മൂസ് ട്രൈ ചെയ്തിട്ട് ജലാൽ ബ്രോ എന്നെ എയറിലേക്ക് പറത്തി. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ നീ ആദ്യം ചെയ്ത് കാണിക്കണം എന്ന കമന്റ് വരും. സോ ഞാൻ ആദ്യം ചെയ്ത് വിരമിച്ചിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് ഞാൻ എയറിലേക്ക് പോയി. കഴുത്തിലൊരു ചെറിയൊരു മിന്നൽ വന്ന്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്ര നേരം പിടിച്ചാൽ വെച്ച് അടിപൊളി സാധനം പിടിച്ചേ. നല്ല പിടുത്തായിരുന്നു. എന്താ പറയാനുള്ള? സൂപ്പർ. നല്ല സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഒരു പ്ലെയർ കൂടിയാണ്. കുറച്ച് നാളത്തെ അധികം എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു. ബ്രോന്റെ പേര് ഹനാൻ ബ്രോ. ഷാമിൽ ബ്രോനെ അടിച്ചു പൊട്ടിക്കോ. നോക്കാം, മലത്തി അടിക്കണം. ഓക്കെ അല്ലേ? ബാ, സെറ്റ് ചെയ്യാം. ബ്രോന്റെ പേര് അജ്നാസ്. സെറ്റല്ലേ? ഷോ. പൊട്ടിക്കൂലേ? ഓ ഷോ. ബ്രോന്റെ അച്ചീവ്മെന്റ്സ് പറയാമോ? സൗത്ത് ഇന്ത്യൻ മെഡലിസ്റ്റ് ആണ്. നാഷണൽ പങ്കെടുത്തിട്ടുണ്ട്. നാഷണൽ പ്ലെയർ ആണല്ലേ? സൗത്ത് ഇന്ത്യയിൽ മെഡൽ അടിച്ചിട്ടുണ്ട്. അടിപൊളിപ്പെടുത്താം. എന്താ ബ്രോന് പറയാനുള്ള? നല്ല പിടുത്തായിരുന്നു, കുഴപ്പമില്ല. കളിക്കുന്ന പയ്യാണല്ലോ. ഗൈസ്, വെയിറ്റ് എ സെക്കൻഡ്. ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇറക്കിയ ജമാല് ഷാമിൽ ബ്രോനെ പിടിക്കുന്നത് കാണ്. ജമാലിനോട് ഞാൻ വലിച്ചെറിഞ്ഞോ ഒന്നും നോക്കണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടാകും. കാരണം ഷാമിൽ ബ്രോനെക്കാളും ഹൈറ്റും വെയിറ്റുമുള്ള ആൾക്കാർക്കും ബ്രോനെ മലത്തി അടിക്കാൻ പറ്റിയിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, മാച്ച് ഫിക്സഡ് ആയിരുന്നു. സാധാരണക്കാരൻ വന്ന് ക്രൗഡിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണെന്ന് നിനക്കറിയാം. സോ ഞാൻ പറഞ്ഞു, ഗിവ് അസ് എ ഷോ ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ദ സ്ക്രിപ്റ്റ് ഷാമിൽ ബ്രോ ജയിച്ചോട്ടെ എന്ന്. ബട്ട് ഐ വോണ്ട് ടു ബി ട്രൂ ടു യു ഗൈസ്. ഇതിൽ ലാഗ് ഉണ്ടെന്നും പ്രശ്നമുണ്ടെന്നും എനിക്ക് മനസ്സിലായി. സോ ഞാൻ റെസ്ലേഴ്സിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോ, ജയിക്കുന്ന ആൾക്കാർക്ക് വേ പ്രോട്ടീൻ തരാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് പരിപാടി കളറായി. ഷാമിൽ ബ്രോൺ ഇതുവരെ ആർക്കും പൊട്ടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഇറക്കിയത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് നമ്മുടെ മുത്തിനെയാന്ന്. ഈ കളി എനിക്ക് അറിയില്ല, പക്ഷേ
100 വയസ്സോ മാക്സിമം ട്രൈ ചെയ്യാം. എല്ലാവരും കൈയടിച്ചാ നോക്കിട്ട് വാ മസിൽ അങ്ങ് പുറത്ത് വരട്ടെ. ജമാല വാ, ഞാൻ കാല് പിടിക്കുന്നില്ല, അതേപോലെ പോട്ടെ, ഉള്ളി കയറി പിടി. പിടിച്ച് കാലം നോക്കി അടിക്കടാ, പിടിക്കടാ മോനെ. അടിപൊളി അടിപൊളി അടിപൊളി. പിടി 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 കൈയടി കൈയടിക്കുവാ. ജമാല നോക്കണം 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 ജമാല വിടല്ലേ. നോക്കിട്ട് 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 അടിപൊളി 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 അടിപൊളി. ഓ ഓ പറയല്ല, സൂപ്പർ സൂപ്പർ. ഒന്നും പറയല്ല. നമുക്ക് മെയിൻ ആയിട്ട് വിന്നേഴ്സിന് അധികം കിട്ടിയിട്ടില്ല. സോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നതൊക്കെ ഞാൻ പ്രോട്ടീൻ പൗഡർ തരുന്ന. ഓക്കെ, നിങ്ങളിൽ ആരാ ജയിക്കുന്ന അവർക്ക് ഞാൻ പ്രോട്ടീൻ പൗഡർ തരും. 2 കിലോ ഒരാൾക്ക്. ഇത് ഞാൻ ഫിക്സ് ആണ്. ഓക്കെ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നമുക്ക് നല്ലൊരു ഷോ. ഓക്കെ, കൊടുക്കാം. രണ്ടാൾക്കാർക്കും കൂടിയിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ കിട്ടും. ജയിക്കുന്നയാൾക്ക് 2 ആൾക്കാർ ട്വിൻസ് ആണ്. ബാ, 2 ആൾക്കാരുണ്ട്. ആളെ അടി നമുക്ക് അടിയാവണം, അതല്ലേ വേണ്ട. നമുക്ക് നല്ലൊരു ഷോ നിങ്ങൾ തരണം. ഓക്കെ, 2 ആൾക്കാർ ട്വിൻസ് ആണ്. സെറ്റ് അല്ലേ? ജയിക്കുന്നയാൾക്ക് ഒരു പ്രോട്ടീൻ പൗഡർ. ഓക്കെ ഓക്കെ അല്ലേ? പ്രോട്ടീൻ പൗഡർ നമുക്ക് ഒപ്പിക്കല്ലേ? ഓക്കെ അല്ലേ? പിന്നെ ഇതല്ലേ defeat. ഇക്ബാൽ. അപ്പം നമ്മളെ ട്വിൻസിൽ ഇക്ബാൽ ബ്രോ ആണ് ജയിച്ചത്. സോ ഒരാൾക്ക് മാത്രമേ വേ പ്രോട്ടീൻ ഉള്ളൂ, ബാക്കി അടി നമുക്ക് വീട്ടിൽ നിന്നാവാം അല്ലേ? നേരത്തെ നമ്മളെ ഫസ്റ്റ് ഷോയിലെ പാർട്ടിസിപ്പന്റ് ആണ് അജ്നാസ് ബ്രോ. നമുക്ക് നേരത്തെ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. വേ പ്രോട്ടീൻ ഇതാ 1 kg. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു. അടിപൊളി ഷോ ആയിരുന്നു. അടിപൊളി. രണ്ടാൾക്കാരും പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. സോ നമുക്ക് ഒരാൾക്ക് മാത്രം കൊടുത്തിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. 2 ആൾക്കാർക്കും 1 kg വേ പ്രോട്ടീൻ തരുന്നതാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റ്. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റ്. സെറ്റാക്കി. ഫൈനലി ജമാലിന് ഒരു ഒത്ത ഒപ്പോണത്തിനെ കിട്ടി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും ഫിക്സഡ് അല്ല, റോ ഫൈറ്റ് ആണ്. ഗൈസ്, അതിന്റെ ഇടയിൽ എനിക്ക് ഷാമിൽ ബ്രോ പഠിപ്പിച്ചു തന്ന 2 മൂവ്സ് എന്റെ ഒരു സമാധാനത്തിന് ഒന്നും കൂടി ഞാൻ ഇട്ടോട്ടെ. ഗൈസ്, നമ്മുടെ പുറത്തുനിന്നുള്ള ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ആണ്. ബ്രോന്റെ പേര്? ഷഹദ്. ഷഹദ് ബ്രോ, ഇതിനു മുമ്പ് റെസ്ലിംഗ് ചെയ്തിട്ട് പരിചയമുണ്ടോ? ഇല്ലല്ല. ഇല്ല, പക്ഷെ നമുക്ക് നോക്കാല്ലേ? ഒന്നും പറയാനില്ല. അടിപൊളിപ്പെടുത്തല്ലേ? ഇതിനു മുമ്പ് റെസ്ൽ ചെയ്തിട്ട്
ശീലം ഉണ്ടോ ബ്രോന്? ഇല്ല. നല്ല പിടുത്തം, നല്ല അടിപൊളി പിടുത്തം. ബ്രോന്റെ പേര്? അതുലേ. നമുക്കിവിടെ അതുൽ ബ്രോ നമ്മളിവിടെ റെസ്ലിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നതാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ബ്രോനെ മലത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ ബ്രോന് ഞാൻ 5,000 റുപ്പീസ് പ്രോട്ടീൻ പൗഡർ തരും. പാർട്ടിസിപ്പേഷൻ കുറച്ചു നേരം മുമ്പ് വന്നിട്ട് മൂപ്പറെ വട്ടം കറക്കിയിട്ടുണ്ടായിരുന്നു ബ്രോ. നമ്മളിപ്പോ ഷേക്കർ കൊടുത്തു. ഷേക്കർ കൺഫേം ഒന്നൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇത്ര ആൾക്കാരില്ലേ, ഒരു രസമല്ലേ? വാ പിടിക്കൂലേ? പിടിച്ച് മറച്ചു തരണം. ഓക്കെ, സെക്കൻഡ് സ്ട്രേഞ്ചർ ആണ്, രണ്ടാമത്തെ ആളാണ് ധൈര്യം കാണിക്കുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി. സെറ്റ് അല്ലേ? ബാ പിടി. ഓക്കെ. ഓ ഓ ഓ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു, അടിപൊളി റെസ്ലിംഗ് ആയിരുന്നു. പക്ഷെ ആള് മോളോട്ടൊക്കെ എടുത്ത് എറിഞ്ഞല്ലേ ബ്രോ? ഇതിന് മുമ്പ് റെസ്ലിംഗ് ചെയ്തിട്ടുണ്ടല്ലേ? ഷേക്കറ സ്പൈസ് ന്യൂട്രീഷന്റെ ഷേക്കർ. അടിപൊളി. ആ പ്രാ എന്താ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. അടിപൊളി കേട്ടോ, അടിപൊളി. ഒന്നും പറയാനില്ല, അടിപൊളി. ഗൈസ്, അപ്പൊ നമ്മളെ റെസ്ലിംഗ് മാച്ച് ഇതോടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് പുറമേ സ്ട്രേഞ്ചേഴ്സ് 2 ആൾക്കാരെ കിട്ടി. ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്നും ഷാമിൽ ബ്രോനെ പൊട്ടിക്കാൻ വേണ്ടി പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ജയിച്ച ആൾക്കാർക്ക് നമ്മൾ പ്രോട്ടീൻ പൗഡർ കൊടുത്തല്ലേ? ഷാമിൽ ബ്രോ എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. ഇത്രയും പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്നു നമ്മൾ ഇതുവരെ വിചാരിച്ചില്ല. പരിപാടി നല്ല ഉഷാറായി ഗംഭീരമായി വിജയിച്ചിട്ടുണ്ട്. മസിലേട്ടിന് പ്രത്യേക നന്ദി. ഗുസ്തിനെ ഇങ്ങനെ ഒന്ന് പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു പബ്ലിസിറ്റി നടന്നിട്ടില്ല. താങ്ക് യു. നമ്മൾ കേരളത്തിൽ ആദ്യം ഇങ്ങനത്തെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നതിന്റെ പാർട്ട് 2 ആണ് നമുക്ക് ചെയ്യാം അല്ലേ? ഷുവർ, പാർട്ട് 2 എന്തായാലും വരണം. സപ്പോർട്ട് ഉണ്ടാവില്ലേ? നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പാർട്ട് 2 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ സ്ട്രോങ് ആയിട്ട് വരും അല്ലേ? യെസ്, ഷുവർ. നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മളുണ്ടാവും. അത്രേ ഉള്ളൂ. തയ്യാറുള്ളവരൊക്കെ വരാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.